അസ്സലാമു അലൈക്കും. ഹലോ കൂട്ടുകാരെ, നമുക്ക് കാടമുട്ട കൊണ്ടുള്ള റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് തക്കാളി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, ഉള്ളി ഇടാം. അതിലേക്ക് ഉള്ളി ഇടാവേ. അത് 3 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പിടാം. നന്നായി കൈവിടാതെ ഇളക്കി കൊടുത്ത് കുനുകുനാന്ന് വരണം. ഉള്ളി ഇപ്പം നല്ല ഇളക്കി അത് നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. വാടി നല്ല കുനുകുനാന്നായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് തക്കാളി ഇടാം. തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർത്തണില്ല കേട്ടോ. അതുകൊണ്ടാണ് നല്ല കൈവിടാതെ ഇളക്കി കൊടുക്കണം. കറിവേപ്പില ഇടാം. ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കുന്നത് വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ്. നേരത്തെ കാണിച്ചു വെച്ച പൊടികളൊക്കെ ഇടാം നമുക്ക്. ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതിലേക്ക് ഇടുന്നത്. അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. എന്താ പറഞ്ഞാൽ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇളക്കി ഇങ്ങനെ അടിപ്പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് സിമ്മാക്കിയതിന് ശേഷം നമ്മൾ തുറന്ന് അത് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച കാടമുട്ട അതിലേക്കിടാം. അത് നന്നായി ഇളക്കി കൊടുക്കുക. പക്ഷേ ഈ വീഡിയോ കാണുന്നവരാരും, ഞാൻ പുതിയ വീഡിയോ ആണ്, ഞാൻ അധികം ഇട്ടിട്ടില്ല, ഇടാൻ തുടങ്ങണുള്ളൂ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തുക, ലൈക്കൊക്കെ ഒന്ന് തരിക. അപ്പോൾ ഈ കാടമുട്ടൻ്റെ റോസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് മേലിടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇളക്കി കൊടുക്കാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ബായ്.